അന്ന് വൈകിട്ട് മോൾ അറിഞ്ഞില്ല. ഇപ്പം വൈകിട്ട് ശനിയാഴ്ച വൈകിട്ട് 19 തീയതി വൈകിട്ട് പറയുമ്പോൾ മോള് സംഭവം അറിഞ്ഞില്ല. അവൾ ഇതുവരെ ഇന്നലെ എങ്ങോട്ട് അറിഞ്ഞ്. അതിലെന്ന് പറഞ്ഞാൽ ഈ ഞാൻ 24 കൊല്ലം ശ്രീബുദ്ധ സ്കൂളിൽ ജോലി കയറി. ആ സമയത്ത് പോകുമ്പം സ്കൂളിൽ പോകുന്ന ഇത് അങ്ങനെ മോള് ഇവൻ്റെ കൂടെ നിൽക്കത്തില്ല, സതീഷിൻ്റെ കൂടെ അവൾ നിൽക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന അപ്പൂപ്പൻ്റെ അമ്മയുടെ കൂടെ നിൽക്കത്തില്ല. ഇവിടുത്തെ കൊല്ലം ജില്ലാ പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള കരുനാഗപ്പള്ളി ACPയുടെ നേതൃത്വത്തിൽ അവനെ അറസ്റ്റ് ചെയ്യും, ചോദ്യം ചെയ്യും. അതിൻ്റെ ബാക്കിയുള്ള നടപടികൾ ഉൾപ്പെടെ കൊലപാതക ശ്രമം ഉൾപ്പെടെയാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കും. നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അതുല്യയുടെ വീടിന് മുന്നിലാണ്. അതുല്യയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. അതിന് ശേഷം പാരിപ്പള്ളി ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ദഹനത്തിനുള്ള ക്രിയകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കരയോക്കാർ. ഏതായാലും ഒരു വല്ലാത്ത സംഭവമായിപ്പോയി. കുടുംബത്തിന് വല്ലാത്ത ഒരു വേദനയായി. മരണം വരെ അവരത് കൊണ്ടു നടക്കേണ്ടി വരുന്നു. ക്രൂരമായ ഒരു മനുഷ്യൻ ഒരു സ്വബുദ്ധിയുള്ള ഒരു കുട്ടിയെ, നല്ല ഇടിപിടിക്കിയ ഒരു കുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് പോയി അവളെ ഒരു കാരാഗൃഹത്തിൽ എന്ന പോലെ വീട്ടിലിട്ട് പൂട്ടി അവളെ ഇത്രമാത്രം പീഡനം അവർക്ക് നൽകി അവളെ ഒരു മൃതശരീരമാക്കി അവർക്ക് ആ വീട്ടുകാർക്ക് തിരികെ നൽകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അതാണ് വളരെ ദയനീയമായ കാഴ്ചയാണ്. അതായത് 10 വയസ്സുള്ള മകളുണ്ട്. മകളാണ് കർമ്മം ചെയ്യുന്നത്. മകളോട് ഇന്നാണ് സ്വന്തം അമ്മ മരണപ്പെട്ടു എന്ന് അറിയിക്കുന്നത്. കാരണം അവർക്ക് കർമ്മം ചെയ്യിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്രമാത്രം ഒരു ദുഃഖം കളം കെട്ടി നിൽക്കുന്ന ഒരു വീടിൻ്റെ മുന്നിലാണ് ഇത്രയും. ഇപ്പോൾ ഉടൻ തന്നെ ബോഡി എത്തിച്ചേരും. നമുക്ക് ബാക്കി കർമ്മങ്ങൾ കാണിക്കുമ്പോൾ നമുക്കൊരിക്കലും കുട്ടിയുടെ മുഖം കാണിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കറിയാമെന്ന്. നിയമപ്രകാരം തെറ്റായതുകൊണ്ട് കുട്ടിയുടെ മുഖം കാണിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്ന പോലെ ഒക്കെ ഇവിടുത്തെ ചടങ്ങുകളും കാര്യങ്ങളും കാണിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. കാത്തിരിക്കുക. അറിഞ്ഞില്ല, കുഞ്ഞ് ഇന്നലെയോ ഒന്നും അറിഞ്ഞത്. കുഞ്ഞ് ബസ്സിൽ അന്ന് ഇറക്കി വിട്ടു. സ്കൂൾ ബസ്സിൽ എല്ലാ ദിവസവും രാവിലെ ഇവിടുന്ന് സ്കൂൾ ബസ്സിലാണ് കയറി പോകുന്നത്. ഇവിടുന്ന് പോവും, തിരിച്ചു വരും. അന്ന് വൈകിട്ട് മോൾ അറിഞ്ഞില്ല. ഇപ്പം വൈകിട്ട് ശനിയാഴ്ച വൈകിട്ട് 19 തീയതി വൈകിട്ട് പറയുമ്പോൾ മോള് സംഭവം അറിഞ്ഞില്ല. അവൾ ഇതുവരെ ഇന്നലെ എങ്ങോട്ട് അറിഞ്ഞ്. അവിടെ കുഞ്ഞമ്മ എന്തെങ്കിലും പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അഖില എന്ന് പറഞ്ഞ് കുഞ്ഞ് പറഞ്ഞപ്പോഴാണ് അവരറിഞ്ഞത്. പക്ഷേ ഇവൻ ആൾക്കാരോടൊരു എന്തുവാ നമ്മൾ പറയാൻ പറ്റത്തില്ല. ഇവിടെയൊക്കെ നിൽക്കുമ്പോഴേ ഇവിടെ വന്നിട്ടുണ്ട്, മോള് പഠിക്കുന്ന സമയത്തൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് അവനൊന്നും ഒരു മൈൻഡില്ല, ആൾക്കാരോട്ടൊന്നും മൈൻഡില്ല. ഇത് പറഞ്ഞിട്ട് ഈ കുഞ്ഞില്ലേ അതിലെന്ന് പറഞ്ഞാൽ ഞാൻ 24 കൊല്ലം ശ്രീബുദ്ധ സ്കൂളിൽ ജോലി കയറി. ആ സമയത്ത് പോകുമ്പം നമ്മുടെ അതുല്യ അവിടെ വണ്ടിക്കകത്തില്ല സ്കൂളിൽ പോകുന്ന ഇത് അങ്ങനെ കുഞ്ഞാണ് അവിടെ. ആ സമയം വരെ എനിക്ക് ആ കുഞ്ഞിനെ അറിയാം. പക്ഷേ ഈ വീട്ടിൽ ഒരു സംഭവമില്ല. പാവപ്പെട്ട ഈ അച്ഛനില്ലേ രാജേശ്വരൻ പറഞ്ഞില്ലേ, പാവപ്പെട്ട കക്ഷി ഗൾഫിലായിരുന്നു. അമ്മയും ഒറ്റയ്ക്കാണ് ഇവിടെ നിൽക്കുകയില്ലേ. മോള് ഇവൻ്റെ കൂടെ നിൽക്കത്തില്ല, സതീഷിൻ്റെ കൂടെ അവൾ നിൽക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന അപ്പൂപ്പൻ്റെ അമ്മയുടെ കൂടെ നിൽക്കത്തില്ല. അതേ ഉള്ളൂ പറയാൻ. പിന്നെ കുഞ്ഞിനെ ഓർക്കുമ്പോൾ ഒരു വലിയ സങ്കടമല്ലേ? പിന്നെ ഉറപ്പായിട്ട് കുഞ്ഞ് നല്ല മിടുക്കി കുട്ടിയല്ലേ? മിടുക്കി കുട്ടി എന്താ ബ്രില്യൻ്റാണ്. എന്താ ചെയ്യാൻ. അപ്പോൾ അന്ന് കൊണ്ടുവന്ന് ഇറക്കി വിടുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടാ ഇങ്ങനെ സംഭവിച്ചത്? അറിഞ്ഞൂടാ. എപ്പോഴത് ബോഡി എത്തുന്നത് പറഞ്ഞു? ബോഡി എത്തുന്നത് ഏകദേശം ഒരു 1:30-1:45 എത്തിച്ചേരുന്നുള്ള. അവിടുന്ന് പുറപ്പെട്ടോ ബോഡി? ഉടൻ തന്നെ പുറപ്പെടുമെന്നുള്ള അറിവാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ എത്ര മണിക്കാണ് അവിടെ പാരിപ്പള്ളി ഹോസ്പിറ്റലിൽ എത്തിയത്? പാരിപ്പള്ളി ഹോസ്പിറ്റലിൽ തിരുവനന്തപുരത്ത് എയർപോർട്ട് വെളുപ്പിന് വന്ന് 3 മണിക്ക് വന്നു. അവിടുന്ന് അത് ബോഡി പാരിപ്പള്ളി എത്തിയിട്ടുണ്ട്. പാരിപ്പള്ളി എത്തിയിട്ട് പിന്നെ രാവിലെ അതിൻ്റെ പോസ്റ്റ്മോർട്ടം ഇവിടുത്തെ കരുനാഗപ്പള്ളി ACPയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അറിവ് കിട്ടിയിട്ടുള്ളത്. ഉടൻ തന്നെ എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും. കരയോത്തിൻ്റെ രീതിയിലും എല്ലാം വന്ന് നിൽക്കുന്നത്. നിങ്ങൾ കരയോത്തിൻ്റെ ആൾക്കാരാണ്. പിന്നെ കരയോത്തിൻ്റെ ഇത് ബോഡി ഇപ്പം എത്തുമെന്നാണ് പറഞ്ഞത്. ബോഡി ഒരു 15 മിനിറ്റല്ല 3/4 മണിക്കൂറിനകത്ത്. നിങ്ങൾ കരയോത്തിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ഇനിയിപ്പം ചിത ഒരുക്കുക. ആ ശരി. നിങ്ങൾ കരയോത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. കൂടാൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ മകളോടാണ്. ആ ശരി. ഇതിപ്പോൾ ഒരു അനിയത്തിയുടെ മോൻ്റെ മോളാണ്. അപ്പോൾ ഇവന് ഇങ്ങനെ സതീഷിനെ നേരത്തെ നിങ്ങൾക്ക് അറിയാമായിരുന്നു? കല്യാണത്തിന് മുമ്പേ അറിയാമായിരുന്നു? മുമ്പ് അറിഞ്ഞൂടാ. കല്യാണത്തിന് നിശ്ചയത്തിനും പിന്നെ അതിന് ശേഷമുള്ള കല്യാണത്തിനും ഒക്കെ കരയോത്തിൻ്റെ ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളതാണ്.
പിന്നെ ഗൾഫിലെ പീഡനങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, പിന്നെ ന്യൂസിനും മീഡിയയിലും എല്ലാം വന്നിട്ടുണ്ടല്ലോ. പക്ഷേ ഗൾഫിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ ലൈവ് മീഡിയയിൽ കൂടെ കണ്ട് അതിൻ്റെ ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാം വന്നിട്ടുണ്ട്, നാട്ടുകാർക്കെല്ലാം അറിയാത്. ഇത് പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്, ഇനി വീണ്ടും അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം സംശയത്തിൻ്റെ ഇതെല്ലാം ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഷാർജയിലെ നിയമം അനുസരിച്ചിട്ട് അവന് ഒരു കുഴപ്പമില്ല, അവിടെ കുഴപ്പമില്ല. പക്ഷേ ജോലിയിൽ നിന്നും കമ്പനിയിൽ നിന്ന് പിരിച്ചു വിട്ടിട്ടുണ്ട്. പിന്നെ ഒന്നിലും അവൻ വേറെ ജോലി കണ്ടുപിടിക്കണം, അല്ല നാട്ടിൽ തിരിച്ചു നാട്ടിൽ നിൽക്കാൻ പറ്റുമോ, ആ നാട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു സംശയമുണ്ട് അവിടുത്തെ കണ്ടിരുന്നുണ്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് അവനെ ഇവിടെ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇവിടുത്തെ കൊല്ലം ജില്ലാ പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള കരുനാഗപ്പള്ളി ACPയുടെ നേതൃത്വത്തിൽ അവനെ അറസ്റ്റ് ചെയ്യും, ചോദ്യം ചെയ്യും. അതിൻ്റെ ബാക്കിയുള്ള നടപടികൾ ഉൾപ്പെടെ കൊലപാതക ശ്രമം ഉൾപ്പെടെയാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കും. ശരി. ചേട്ടനും കരയോഗം ഇതിൻ്റെ ഇല്ല അങ്ങനെയല്ല, മോള് പഠിക്കുന്ന സ്കൂളിലെ ശ്രീബുദ്ധ സ്കൂളിലെ ഒരു ബസ് ജീവനക്കാരൻ ഞാൻ. അവിടെ 1ാം ക്ലാസ് മുതൽ നമ്മുടെ വണ്ടിയിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. ശരി. ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.